എല്ലാ മേഖലകളിൽ നിന്നും മേഖല തിരിച്ചു തന്നെ ഇന്ത്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പെഷാവാറിൽ 4 സ്ഥലങ്ങളിലാണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പെഷാവാറിൽ 4 സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. ആ സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ സ്ട്രൈക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു അവകാശവാദം കൂടി പൊളിയുകയാണ്. രജൌരിയിൽ ചാവേർ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത്. അത് തെറ്റാണ്. രജൌരി में फिदाइन हमले की बात गलत, सोशल मीडिया में थी फिदाइन हमले की उपवाह. അത് രജൌരിയിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത തെറ്റാണ് എന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്യുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. നിശ്ചയമായും ഡിഫൻസ് മിനിസ്ട്രിയാണ് അത് കൺഫേം ചെയ്തിരിക്കുന്നത്. സൂയിസൈഡ് അറ്റാക്ക് നടന്നിട്ടില്ല, ചാവേർ ആക്രമണം നടന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു തെറ്റായ വാർത്തയാണ് എന്ന് തന്നെയാണ്. ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ നുണകൾ അത് ഇന്ത്യയുടെ ഹാൻഡിലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, വെരിഫൈഡ് ഹാൻഡിലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലും ഉള്ള പാകിസ്ഥാന്റെ പ്രചാരണം നമ്മൾ കൂടുതൽ കരുതലോടെ നോക്കേണ്ടിയിരിക്കുന്നു. നിശ്ചയമായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. ഏത് തരത്തിലുള്ള മിസ്ഇൻഫർമേഷനും ക്യാരി ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പാകിസ്ഥാൻ പല തരത്തിലുള്ള നറേറ്റീവ്സുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നായിരുന്നു രജൌരിയിൽ സൂയിസൈഡ് ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്തു എന്നുള്ളത്. അതാണിപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയും സൈന്യവും നിഷേധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ചാവേർ ആക്രമണവും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിലൂടെ ലോകത്തോട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഒരു പൗരൻ പോലും ഞങ്ങൾക്ക് നഷ്ടമായിട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു ജീവനും നഷ്ടമായിട്ടില്ല, ഞങ്ങളുടെ ഒരു കേന്ദ്രങ്ങളിലേക്കും പാകിസ്ഥാന്റെ നീക്കങ്ങളാണ്. പി ആർ സുനിലിനെ നമുക്കത് കണക്ട് ചെയ്യാമെന്ന് കരുതുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, അതായത് ദില്ലിയിൽ ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതുകൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കറാച്ചി പോർട്ടിൽ അതോടൊപ്പം തന്നെ 8 മുതൽ 12 വരെ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഇക്കാര്യവും നമുക്കൊന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഉണ്ണി ബാലകൃഷ്ണൻ. തീർച്ചയായും ഡൽഹി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നുറക്കമില്ലാത്ത രാത്രിയാണ്. സൈനിക നേതൃത്വത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രിയാണ്, ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് നിരന്തരം സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമിത്ഷാ, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ BSFുമായിട്ടും CISFുമായിട്ടും ഓരോ സംസ്ഥാനത്തെ DGPമാരുമായിട്ടും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആഭ്യന്തര സുരക്ഷയും ഇന്ത്യയുടെ പ്രതിരോധവും ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ സൈനിക നീക്കം ഇപ്പോൾ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സൈനിക നീക്കം ചെറിയൊരു നീക്കമായിരുന്നില്ല സുജയ, അത് അതിശക്തമായ ഒരു തിരിച്ചടി തന്നെയായിരുന്നു. ആ തിരിച്ചടിയിൽ ഞെട്ടിവിറച്ചാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷബാസ് ഷെരീഫ് സ്വന്തം വീടുപേക്ഷിച്ച് ഒരു രക്ഷാ സങ്കേതം തേടി സുരക്ഷിതമായ ഒരിടത്തിലേക്ക് ഓടി മറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഈ പറയുന്ന മിസ് അഡ്വഞ്ചർ ഉണ്ടല്ലോ, ആ മിസ് അഡ്വഞ്ചറിന് വലിയ വിലയാണ് പാകിസ്ഥാൻ നൽകേണ്ടി വന്നിരിക്കുന്നത്. ഒരു സംശയവുമില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നാണം കെട്ട ഒരു തിരിച്ചടി ഇനി സംഭവിക്കാനില്ല എന്ന് മാത്രവുമല്ല, ആ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ അടുത്തുവരെ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമന്ത്രിയെ, അതായത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലുക എന്നുള്ളത് ഇന്ത്യയുടെ സൈനികാക്രമണത്തിന്റെ ലക്ഷ്യമല്ല. മറിച്ച് അതിന്റെ ആ ഔദ്യോഗിക വസതിയുടെ തൊട്ടടുത്തൊരു സ്ഫോടനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരക്ഷിതനാണ്, നിങ്ങൾ ഇവിടുന്ന് ഓടി മറഞ്ഞുകൊള്ളൂ ഒരു ഭീരുവിനെ പോലെ എന്നുള്ള സന്ദേശം തന്നെയാണ് സൈന്യം നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അർത്ഥത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്.